ഹേ ഗായ്സ്, ഇന്ന് കല്ലുമ്മക്കായി ഡീപ് ഫ്രൈ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ കല്ലുമ്മക്കായ്ക്ക് നല്ല വിലയാണല്ലോ. അപ്പോൾ വിലയുള്ള സമയത്ത് വാങ്ങിച്ചു, എന്നിട്ട് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി. ഇത് വൃത്തിയാക്കാൻ തന്നെ ഒരു 8ൻ്റെ പണിയെടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേങ്കിൽ എന്താ പറയുക, 8ൻ്റെ പണി കിട്ടിയാലും വേണ്ടില്ല, നല്ല ടേസ്റ്റായിട്ട് കല്ലുമ്മക്കായ് കഴിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ വൃത്തിയാക്കി എടുത്തു. അതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, പിന്നെ ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടി. ഇതൊക്കെ നിങ്ങളുടെ ഒരു കൈക്കണക്കാണ് കേട്ടോ, എനിക്ക് അളവൊന്നും പറയാൻ അറിയില്ല. പിന്നെ ലേശം മല്ലിപ്പൊടിയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. ഞാൻ ഉപ്പ് പൊടിയില്ലാത്തതുകൊണ്ട് വെള്ളമായിരുന്നു ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഉപ്പും വെള്ളം മിക്സ് ചെയ്ത് വെച്ചു. എന്നിട്ടൊരു പാൻ ചൂടാൻ വെച്ച് അത് നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഈ കല്ലുമ്മക്കായ് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിലേക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് കല്ലുമ്മക്കായ് ആക്കാൻ എനിക്കറിയാത്തതുകൊണ്ട് ഞാൻ യൂട്യൂബ് നോക്കിയിട്ടായിരുന്നു ആക്കുന്നുണ്ടായിരുന്നത്. എന്നിട്ട് നന്നായി ഫ്രൈ ചെയ്ത് തന്ന കല്ലുമ്മക്കായ് മാറ്റി വെച്ചിട്ട് അതേ പാനിൽ തന്നെ ഉള്ളി, തക്കാളി, പച്ചമുളക്, കറിവേപ്പില ഒന്ന് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. വഴണ്ട് ഗോൾഡൻ കളറായി വരുമ്പോൾ അതിലേക്ക് ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം. അതിലേക്ക് നമ്മൾ പൊരിച്ച് വെച്ച കല്ലുമ്മക്കായും കൂടി ഇട്ടിട്ട് നന്നായി വരട്ടിയെടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റായി കല്ലുമ്മക്കായ് ഡീപ് ഫ്രൈ ഇവിടെ റെഡിയാണ് കേട്ടോ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.